ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ലോഫ്റ്റ് എന്ന ഓപ്ഷൻ ഗൈഡ് കർവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനാദ്യമായി തന്നെ ഞാൻ സ്കെച്ച് സെലക്ട് ചെയ്യാണ്. സ്കെച്ച് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ലോഫ്റ്റ് എന്ന ഓപ്ഷൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെച്ച് വരച്ചിരിക്കണം. അതിനായിട്ട് ഞാൻ സ്ക്വയർ എടുത്തിട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് 80 mm ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. ഇനി ഞാൻ ഫ്രണ്ട് പ്ലെയിൻ ഷോ ചെയ്യാണ്. ഷോ ചെയ്യുന്നതിനെന്ന് വെച്ചാൽ റെഫറൻസ് പ്ലെയിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഞാൻ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്ത ശേഷം റെഫറൻസ് ജിയോമെട്രി സെലക്ട് ചെയ്തു. അതിനകത്ത് പ്ലെയിൻ സെലക്ട് ചെയ്തു. പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഷോ ചെയ്ത ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് റെഫറൻസ് ജിയോമെട്രി പ്ലെയിൻസ് വന്നു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ കൊടുക്കാം. ഞാൻ 80 mm എൻ്റർ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ആ പ്ലെയിനിൽ സ്കെച്ച് സെലക്ട് ചെയ്യാണ്. ഈ പ്ലെയിൻ സെലക്ട് ചെയ്ത ശേഷം സ്കെച്ചിൽ പോയിട്ട് സ്കെച്ച് സെലക്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സ്കെച്ച് വരയ്ക്കാനുള്ള കോർഡിനേറ്റർ വരും. ഓക്കെ, ഇനി അടുത്തായിട്ട് ആ പ്ലെയിനിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കാൻ പോണ്. ഓക്കെ, ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ അടുത്തതായിട്ട് ലോഫ്റ്റ് ഗൈഡ് കർവ് യൂസ് ചെയ്യാനായിട്ട് ഗൈഡ് കർവ് ആണ് വരയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ ടോപ്പ് ലൈൻ സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് എടുത്തു. ഓക്കെ, എന്നിട്ട് 3 പോയിന്റ് ആർക്ക് വെച്ച് ഞാനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ റിലേഷൻസ് ആഡ് ചെയ്യാണ്. ആ ലൈനും ആ പോയിന്റും തമ്മിൽ പിയേഴ്സ് എന്ന റിലേഷൻ കൊടുക്കുകയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കണം, റിലേഷൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോഫ്റ്റ് വിത്ത് ഗൈഡ് കർവ് എന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻസ് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ആർക്ക് വരച്ചതിന് ഞാൻ റേഡിയസ് 100 റേഡിയസ് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ആയി ഫുള്ളി ഡിഫൈൻഡ് ആയി. നമ്മൾ കൊടുത്ത റിലേഷൻസ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇനി അടുത്തതായിട്ട് ഇനി ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്കെച്ച് എടുത്തു. ഇനി അതിനകത്ത് ഞാൻ അതേ സെയിം രീതിയിൽ തന്നെ ഞാൻ ഒരു ആർക്ക് എടുത്തിട്ട് അതേ ഇതിൽ തന്നെ ഞാൻ വീണ്ടും ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത അതേ റിലേഷൻസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഞാൻ 100 റേഡിയസ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആൾറെഡി 2 ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇനി ഒരു ലൈനും കൂടെ ഞാൻ വരയ്ക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ സ്കെച്ച് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് 3 പോയിന്റ് ആർക്ക് വെച്ച് സെയിം രീതിയിൽ തന്നെ ഞാൻ ഷേപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഞാൻ ഒരു സ്കെച്ച് കൂടെ വരയ്ക്കാൻ പോവാണ്. അതിനായിട്ട് ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ സ്കെച്ച് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ആൾറെഡി 3 ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഗൈഡ് കർവാണ് നമ്മൾ വരയ്ക്കുന്നത്. അതേ സെയിം മെത്തേഡിൽ തന്നെയായിട്ട് നമ്മൾ 3 പോയിന്റ് ആർക്ക് വെച്ചിട്ട് അതേ റിലേഷൻസ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ, സ്കെച്ച് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 4 ഗൈഡ് കർവുകളാണ് വരച്ചേക്കുന്നത്. ഇനി ഞാൻ ആ പ്ലെയിനുകളെല്ലാം ഹൈഡ് ചെയ്യാൻ പോവാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈഡ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ 4 ഗൈഡ് കർവുകളാണ് വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഫീച്ചേഴ്സിൽ പോയിട്ട് ലെഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ റൗണ്ട് സെലക്ട് ചെയ്യണം. എന്നിട്ട് സ്ക്വയറിൻ്റെ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. അപ്പോൾ സാധാരണ നമുക്ക് ലെഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഗൈഡ് കർവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത ആർക്ക് ഓരോ ഗൈഡ് കർവായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് സെലക്ട് ചെയ്തു, തേർഡ് വൺ സെലക്ട് ചെയ്തു, ഫോർത്ത് വൺ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഗൈഡ് കർവിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് പല ഷേപ്പുകളിലും നമുക്ക് ഈ ലോഫ്റ്റ് എന്ന ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഷേപ്പുകൾ കൊടുത്തിട്ട് ഡ്രോ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് അയയ്ക്കുക. ഞാൻ നിങ്ങളെ മാക്സിമം സഹായിക്കുന്നതായിരിക്കും.